ഇസ്രയേൽ ഇറാൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാനെ തകർക്കാൻ ഏകദേശം 60 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. അവർ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ ആക്രമണം നടത്തി. ഇറാന്റെ ആണവ താവളങ്ങൾ, പ്രതിരോധ മന്ത്രാലയം, മറ്റു നിരവധി പ്രധാന താവളങ്ങൾ എന്നിവ നശിപ്പിച്ചതായും ഇസ്രയേൽ വ്യോമസേന എക്സ് അക്കൗണ്ടിലൂടെയാണ് പങ്കുവച്ചത്. ഇസ്രയേൽ വ്യോമസേനയുടെ കണക്കനുസരിച്ച് ഇന്നലെ രാത്രി 60-ലധികം വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ടെഹ്റാനിലെ ഡസൻ കണക്കിന് സൈനിക താവളങ്ങൾ ആക്രമിച്ചിരുന്നു. അതിൽ ഏകദേശം 120 അത്യധികം വിനാശകരമായ ബോംബുകൾ വർഷിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഇറാന്റെ മിസൈലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കായി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ, എഞ്ചിനുകൾ, ഫാക്ടറികൾ, ഉൽപാദന സ്ഥലങ്ങൾ എന്നിവയും ഇസ്രയേൽ സൈന്യം നശിപ്പിച്ചു കളഞ്ഞു. ഇറാൻ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പവർ സെന്റർ ഓഫ് ന്യൂക്ലിയർ അഫയേഴ്സിന്റെ ഒരു ഭാഗത്തും സൈന്യം ലക്ഷ്യമിട്ടതായും ഇവർ വ്യക്തമാക്കുന്നു. കൂടാതെ തന്നെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷികൾക്കായി നൂതന സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും ഗവേഷണത്തിനും വികസനത്തിനും ഉപയോഗിച്ചിരുന്ന ടെഹ്റാനിലെ സ്പാഡ് ആസ്ഥാന കെട്ടിടവും ഇവർ ആക്രമിച്ചു. ഇതിനു പുറമെ തന്നെ രാത്രിയിൽ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 4 ഡ്രോണുകൾ വ്യോമസേന വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം 8ാം ദിവസത്തിലേക്ക് നീളുമ്പോൾ പുതിയ ആയുധം ഇറാൻ പ്രയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ പ്രയോഗിച്ചതായി റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നതെന്നും ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം തയ്യാറായതുമില്ല. മിസൈലുകളിൽ പോർമുനയുമായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിൽ പോലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50-100 ബോംബുകളായി തന്നെ പതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വൻ ആഘാതം സൃഷ്ടിക്കുമെന്നും ഏറെ വിനാശകരമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇറാൻ നിയമവിരുദ്ധമായി തന്നെ മനഃപൂർവ്വം വെടിയുതിർക്കുകയാണ്. ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാന്റെ ശ്രമമെന്നതാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചത്. ക്ലസ്റ്റർ ബോംബുകൾ പോർമുനയ്ക്കായി തൊടുത്ത മിസൈൽ പതിച്ച മധ്യ ഇസ്രയേലിൽ 8 കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഏറെ അപകടം പിടിച്ച ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഏറെ വിവാദമായ ഒന്നാണ്. മാത്രമല്ല, ക്ലസ്റ്റർ ബോംബുകൾ ഇവ പൊട്ടാതെ തന്നെ വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ചും ഇപ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.